ഉമ്മ മരിച്ചാൽ നിൽക്കുന്നു എൻ്റെ അപ്പാനെ കൊണ്ട് പെണ്ണിട്ടിച്ചാനായിരുന്നു. നമ്മളെ എണ്ണ ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. ശരിക്കും കുഞ്ഞാനല്ലെങ്കിൽ ഞാൻ തളരും. എപ്പോഴും മരണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ല, ഞാൻ ശരിക്കും നമ്മള് നല്ല വേദനയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ തോന്നൂലേ, ഇത് ലാസ്റ്റ് വേദനയാണോ അങ്ങനെയൊക്കെ തോന്നലുണ്ട്. കാരണം 15-ാം വയസ്സിൽ ചെപ്പം വന്നല്ലേ. ശരിക്കും അങ്ങനെ ഒരാളും കൂടെ വന്നത് കൊണ്ട് ഒരാശ്വാസം, നെഗറ്റീവ് കേട്ടിരുന്നാലും ഇപ്പൊ അതിനൊരു ചില ആൾക്കാരറിയാം എന്റെ ഉമ്മ മരിച്ചാൽ നിൽക്കുന്നു എൻ്റെ അപ്പാനെ കൊണ്ട് പെണ്ണിട്ടിച്ചാനായിരുന്നു. ശരിക്ക് ഞമ്മക്ക് പിന്നെ എന്താണ് വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിനെങ്കിൽ എന്താണ് എന്തായാലും തെറ്റെന്താ? അല്ല, ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ എണ്ണ ഇല്ലെങ്കിൽ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. ആ ടൈമില് ആ വീട്ടിൽ ആരും ഇല്ല, ഇപ്പം ആശി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പെണ്ണില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയില്ലേ, വീട് ക്ലീൻ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനും ഒന്നും ആളില്ല. ഇനി ഇതിനൊക്കെ ആളുണ്ടെങ്കിലും ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടാവും. ഇതിനൊക്കെ വേറെ ആളുണ്ട് എന്ന് വെച്ചാലും ഇപ്പൊ ഒറ്റപ്പെട്ടിട്ടാവും. നമുക്ക് ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ സംസാരിക്കണമെങ്കിലൊക്കെ നമ്മളെ ആളെന്നെ വേണമല്ലോ. എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഈ ഒരു കാരണം ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞ് അത് വൈഫിനോട് അത് എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എന്നിട്ടും സ്റ്റിൽ ഇപ്പൊ വരെ ട്രീറ്റ്മെന്റ് നടക്കുകയാണ്. എന്നിട്ടും കൂടെ നിൽക്കുന്ന ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. എത്തിക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും കുഞ്ഞാനല്ലെങ്കിൽ ഞാൻ തളരും. പക്ഷേ വേറൊരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ധൈര്യം തരുന്നോണ്ടാണ് ഞാനൊരു നെവർ മൈൻഡ് ആക്കിയിട്ടാണ് വിടുന്നത്. അല്ല, ഇവള് പറയും ഞാൻ മരിച്ചാനേക്കണ് ഇങ്ങനെ ഇവള് പറയുമ്പോഴും ഞാൻ പറയലെന്താ അറിയോ, അന്നെ പടച്ചോൻ കൊണ്ടുപോകേ ഇവിടെ വേറെ കുടുംബിന്റെ ആയുസാണ് പോകൂല അറിയും. എപ്പോഴും മരണത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ല, ഞാൻ ശരിക്കും നമ്മള് നല്ല വേദനയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെ തോന്നൂലേ, ഇത് ലാസ്റ്റ് വേദനയാണോ അങ്ങനെയൊക്കെ തോന്നലുണ്ട് എനിക്ക്. പക്ഷെ അപ്പൊ കുഞ്ഞാൻ അങ്ങനെ ഇങ്ങനെ ഇനിയും കൊണ്ടേ പോവുള്ളൂ, ഞാൻ പോയാലും പോകൂല അറിയും, അങ്ങനെ ഞാൻ മരിച്ചാലും മരിച്ചൂല അറിയും. എന്നൊരു മൂട്ട കെട്ടിപ്പിടിച്ച് കാരണം 15-ാം വയസ്സിലും ചെപ്പം വന്നല്ലേ. ഇതുവരെ 16 വർഷം ഞാൻ ഇവിടെയാ, 15 വർഷമുള്ളൂ എന്റെ വീട്ടില്. ഇപ്പൊ ലൈഫില് ഇപ്പം ഈ കാണുന്ന സന്തോഷത്തിനേക്കാളും വലിയൊരു വേദന നിങ്ങൾ ഓൾറെഡി ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ വീഡിയോയിൽ കാണുന്നതല്ല, ഞാൻ എപ്പോഴും പറഞ്ഞത് വീഡിയോയിൽ ഞങ്ങൾ ഒച്ചയും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വണ്ടിയിൽ നിന്ന് നീച്ചൂല. അതൊന്ന് പിറ്റേന്ന് ഫുള്ള് കടത്താക്കാരം. ഇപ്പൊ പറയല്ലേ മിഞ്ഞാന്നല്ല, ലൈറ്റിന്ന് കടന്ന ആള് മിഞ്ഞാന്നാ നീച്ചത്. മാമ വന്നുകാണ്ട് നോക്കും. നമ്മളും പിന്നെ വല്ലാതെ നമുക്ക് ഇത് ഇതല്ല, നമ്മള് സമാധാനപ്പെടുത്താനുള്ള വച്ചുള്ള നമ്മള് നോക്കുക. അപ്പൊ മാമ നല്ല കെയറിങ് ആണ് ഓളെ. മാമാക്ക് ഈ സുഖമില്ലാത്തോലെ നോക്കിയിട്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്ന് മാമാക്ക് നല്ല ഐഡിയ. മാമയാണ് നോക്കല്. പിന്നെ എനിക്ക് എന്തുണ്ടെങ്കിലും പ്രഷർ കുറയുന്ന ടൈമിലാണെങ്കിലും തലവേദന വന്ന് കിടക്കുന്ന ടൈമിൽ മാമ എല്ലാരും ചോദിച്ചും പിന്നെ എന്താ ഈ മാമാന്ന് വിളിച്ചത്, ഉമ്മാന്ന് വിളിച്ചുകൂടെ അറിയും. അത് ഞങ്ങളെ ഉമ്മാനെ ഞങ്ങൾ ഉമ്മാന്ന് വിളിച്ചിട്ടില്ല, ഞങ്ങൾ മൂന്നാ വിളിച്ചിരുന്നത്. ഞങ്ങളെല്ലാവരും ഇമ്മൂന്നാണ് ഞങ്ങൾ ഉമ്മാനെ വിളിച്ചിരുന്നത്. അപ്പൊ ഞമ്മക്ക് മാമാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പൊ മാമയായി, ആ ഒരു ലെവലില് ഇതായി. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മാന്റെ മാതിരി തന്നെയാണ്. അല്ലാതെ പിന്നെ ഒരു ഉമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളെ മാമ നമ്മളെ നോക്കണത്. കാരണം ഞമ്മക്കൊരു കുറവോ കാര്യങ്ങളോ ഒന്നും വ്യക്തിയില്ല. എന്നാൽ ഞങ്ങള് പോകുന്നത് ഞങ്ങളും കൊണ്ടുപോകലുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ അടുത്ത് ഊട്ടി മൈസൂർ ഭാഗത്തൊക്കെ ഒന്ന് പോയി. അങ്ങനെ പോകും. ഞങ്ങള് ഒറ്റക്ക് പോണ ടൈമിലാണെങ്കിൽ കുട്ടികളെ മാമ നോക്കും. പിന്നെ ആൾക്കാർ പറഞ്ഞു എന്തിനാണ് ഇപ്പാനെ കൊണ്ട് ഇപ്പൊ തന്നെ പെണ്ണിട്ടിച്ചത് ചോദിച്ചു. അപ്പൊ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാനും ഇവളും ഇവിടെ ഉണ്ടാവൂല, ഞങ്ങൾ പുറത്താക്കാരാം. അപ്പൊ ചിലപ്പോ ഇഞ്ച കുട്ടികളൊക്കെ ഇപ്പൊ നമ്മളൊപ്പം പോരും. പക്ഷെ ഇപ്പൊ അവിടെ ഒറ്റക്കാണ്. അൻസുണ്ട്, ഓനും ഒറ്റക്കാണ്. ഇപ്പൊ അൻസന്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ അൻസന്റെ ഇപ്പാന്റെ കാര്യം ഇപ്പൊ പെങ്ങള് പള്ളിയിലായി കണ്ടു വന്നിക്കണം. ഓളൊക്കെ എന്താ നോക്കല് അറിയോ, മാഷാ അല്ലാഹ്. അങ്ങനത്തെ ഒന്നും കിട്ടാനും ആണ് ഒരു ഭാഗ്യം. അതെ, ശരിക്കും അങ്ങനെ ഒരു ചില രണ്ടാനമ്മ പ്രശ്നം മറ്റേത് മറിച്ചൊക്കെ കേട്ടില്ല നമ്മള്. പക്ഷെ ഞമ്മക്കൊന്നും അതെന്താ തന്നെ ഇതുവരെ അറിയില്ല. കാരണം അങ്ങനത്തെ